സ്നേഹപ്പെട്ട എല്ലാവർക്കും ചിന്തയിലേക്ക് സ്വാഗതം. നിങ്ങൾ ദർശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പ്രാർത്ഥന നമ്മെ നമ്മുടെ വികാരങ്ങളെയും മറ്റുള്ളവരിലേക്ക് നമ്മുടെ ബന്ധങ്ങളെയും ദൈവത്തോട് തുറന്നു പറയുന്നതാണ്. ദൈവത്തിനായ യേശുവിനെ അറിയുവാനും അതിലേക്ക് പ്രവേശിക്കാനും കാഴ്ചപ്പാട് അതിലേക്ക് കൊണ്ടുവരാനും അനുവദിക്കുന്ന വാക്കുകൾ അപര്യാപ്തമാണ്. പ്രാർത്ഥന നമ്മുടെ ഇഷ്ടങ്ങളും വികാരങ്ങളും സമർപ്പിക്കുക എന്ന പ്രവർത്തി സാവധാനം ഹൃദയങ്ങളെ മാറ്റാൻ വിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നു. ശത്രുക്കളെ സ്നേഹിക്കാനുള്ള ആഹ്വാനം പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനം നമ്മൾ ബന്ധിപ്പിക്കുന്നതിൽ സ്വന്തമായി നിങ്ങൾ ദുഷിക്കുന്ന കുറിച്ചുള്ള ഗ്രാഹ്യവും ദൈവത്തിന്റെ കണ്ണുകളിലൂടെയും ഉപദേശവും നൽകി ആത്മാവിന്റെ സഹായത്തോടെ ഹൃദയങ്ങളിലൂടെയും സ്നേഹിപ്പെടുവാനുള്ള ഒരു വ്യക്തിയായി നമ്മൾ കാണുവാൻ നാം പഠിക്കും. നിത്യത നിങ്ങളുടെ ജീവിതത്തിലെ യേശുവിനുള്ള ആളുകൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും വലിയ സാഹസികമാണെന്ന് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണ് പ്രാർത്ഥിക്കാൻ കഴിയുക? എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ. സ്നേഹമുള്ള ദൈവമേ, എന്നെ വേദനിപ്പിക്കുകയോ പ്രബോധിപ്പിക്കുകയോ ചെയ്തവരെക്കുറിച്ച് എനിക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അങ്ങ് അവരെ സ്നേഹിക്കുന്നതിനാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൃപയുടെയും അനുകമ്പയുടെയും എനിക്ക് തരണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. പങ്കുവയ്ക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.